ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഡുവൽ സപ്ലൈ ഉണ്ടാക്കാനുള്ള ഏറ്റവും ബേസിക് സർക്യൂട്ടാണിത്. 2 റെസിസ്റ്ററും 2 കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്കിത് ബിൽഡ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ അവസ്ഥ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അതിന് കാരണം വേറൊന്നുമല്ല, ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പൊളാരിറ്റി ശ്രദ്ധിക്കുക. ഇവിടെ 2 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്, അതിൻ്റെ പൊളാരിറ്റി ശ്രദ്ധിച്ച് വേണം കണക്ട് ചെയ്യാൻ. ഇത് TDA 2050 ആംപ്ലിഫയർ ആണ്, അതിൻ്റെ സ്കീമാറ്റിക്. ടെസ്റ്റ് ചെയ്യാം. ഒക്കെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2050 ആംപ്ലിഫയർ ആണത്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മൾട്ടിമീറ്റർ എടുക്കാം. അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ പവർ സപ്ലൈയുടെ ഗ്രൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 2 കപ്പാസിറ്ററിൻ്റെ നടുക്കായിട്ട്. പോസിറ്റീവ് റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ 10.8 വോൾട്ടിനടുത്ത് കിട്ടുന്നുണ്ട്. ഇനി നെഗറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നെഗറ്റീവ് റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ 10.49 വോൾട്ടിനടുത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. മ്യൂസിക് പ്ലേ ചെയ്യുന്നതിനായിട്ട് ഒരു സ്പീക്കർ ഞാൻ കണക്ട് ചെയ്തു. നിങ്ങൾക്ക് മ്യൂസിക് പ്ലെയർ ഓൺ ആക്കാം. ഓക്കെ, ആംപ്ലിഫയർ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, കാരണം ഞാൻ കൊടുത്തത് 12 വോൾട്ട് സപ്ലൈ ആണ്. എന്നിട്ട് എങ്ങനെയാണ് എനിക്കിവിടെ ±10 വോൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? അതിന് കാരണം വേറൊന്നുമല്ല, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്കും 12 വോൾട്ട് പവർ സപ്ലൈ അല്ല, 20 വോൾട്ട് പവർ സപ്ലൈ ആണ്. അതൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് എടുത്തിരിക്കുന്നത്. 12 വോൾട്ട് ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 12 വോൾട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും 12 വോൾട്ടിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 12 വോൾട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജ് കുറവായിരിക്കും. ±6 വോൾട്ടേ കിട്ടുള്ളൂ. എത്ര വോൾട്ടേജാണോ കൊടുക്കുന്നത് അതിൻ്റെ പകുതിയായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ±6 വോൾട്ടിന് കുഴപ്പമൊന്നുമില്ല, ആംപ്ലിഫയർ വർക്ക് ചെയ്യും, പക്ഷേ പവർ കുറവായിരിക്കും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പവർ ടെസ്റ്റിലേക്ക് പോവാം. പവർ ടെസ്റ്റിനായിട്ട് ഞാൻ ഈ സ്പീക്കറിനെ ഒരു 4 ohm ലോഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റീവ് ലോഡാണ്. അതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് വേവ് ഫോം ക്ലിപ്പ് ചെയ്യുന്നില്ലാത്ത ഉറപ്പാക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഒരു ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സൈൻ വേവ് ആണ് വരുന്നത്. അപ്പോൾ അതിലൊന്ന് നമുക്ക് റീഡ് ചെയ്യാം. വോൾട്ടേജ് RMS വോൾട്ടേജ് 4.63 വോൾട്ടാണ് വരുന്നത് അതിനെ ക്രോസ്. നമുക്കതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാം. 5.636 വാട്ട് ഔട്ട്പുട്ട് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനിയും ഇതുപോലെ വേറെ മെത്തേഡ്സ് വഴി നമുക്ക് ഡുവൽ പവർ സപ്ലൈ ഉണ്ടാക്കാം. അതിലൊരു മെത്തേഡ് അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നന്ദി, ശുഭദിനം.